ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 110 സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങൾ. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിൻ്റെ സേനാ ദിവസത്തിൽ നിൻ്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. നീ നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിൻ്റെ സേനാ ദിവസത്തിൽ നിൻ്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. സിയോൻ പർവ്വതം, സ്വർഗീയ സിയോൻ പർവ്വതം, സ്വർഗീയ യെരൂശലേം പർവ്വതം, നിത്യനാട്, നിത്യസ്വർഗീയ തീരം, നിത്യശോഭന തീരം. ഭാഗ്യമാണത്. അവിടെ എത്തുന്നത് ഭാഗ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ ആദ്യം റോമൻ കാരാഗ്രഹവാസകാലത്ത് എഴുതിയ 4 ലേഖനങ്ങളിൽ 1 എഫേസ്യ ലേഖനം, 2 ഫിലിപ്പിയ ലേഖനം, 3 കൊലോസി ലേഖനം, 4 ഫിലേമോൻ എഴുതിയ ലേഖനം. രണ്ടാമത്തെ കാരാഗ്രഹവാസകാലത്ത് എഴുതിയത് 3 ലേഖനങ്ങൾ. ഒന്നാമത്തേത് തീമോഥെയോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, രണ്ടാമത്തേത് തീത്തോസിന് എഴുതിയ ലേഖനം, മൂന്നാമത്തേത് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം. ഈ ആദ്യം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട കാലത്ത് യൂറോപ്പിൽ ആദ്യമായി ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്ത്യാനിയായി തീർന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ നാവിൽ കൂടി ക്രിസ്തു സംസാരിച്ചത് കേട്ട് മനം തിരിഞ്ഞ് ലുദിയ എന്ന സ്ത്രീ ഉൾപ്പെട്ട ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, അതിൽ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അവസാനത്തെ വാക്യങ്ങൾ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. സ്വർഗീയ സിയോൻ ഗിരിയിൽ നമുക്ക് പൗരത്വം, സ്വർഗ സിയോനിൽ പൗരത്വം. നാം സ്വർഗത്തിൻ്റെ സിറ്റിസൻസാണ്. ഫിലിപ്പിയിലെ വിശ്വാസികൾ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയാണ്, സിദ്ധന്മാരുടെ ആത്മാക്കളാണ്. അവരെല്ലാം സ്വർഗീയ സിയോൻപുരിയിൽ അവിടുത്തെ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗീയ പൗരത്വം. സഹോദരങ്ങളെ, എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണത്. ഞാൻ എളിമയോടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചുവോ? സ്വർഗത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ലഭിച്ചുവോ? അവിടെ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടുവോ? നിത്യജീവൻ്റെ സൗഭാഗ്യം ലഭിക്കുന്നു എന്നതിന് ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടുവോ? ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും
എന്നത്രേ കർത്താവിൻ്റെ തിരുവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിട്ടു. അങ്ങനെയാണ് കാണുന്നത്. വരാൻ പോകുന്ന കാലത്തെ സംഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി വെളിപ്പെടുത്തി തരികയാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ തീ പൊയ്കയിലാണ് അവസാനം. എന്നാൽ സ്വർഗ സിയോനിലെ പൗരത്വമാണ് ദൈവം നമുക്ക് തരുന്നത്. സ്വർഗീയ സിയോൻ ഗിരി, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം എന്ന് നാം കഴിഞ്ഞ ഒരവസരത്തിൽ ചിന്തിക്കുകയുണ്ടായി. സങ്കീർത്തനം 48-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെയാണ് കണ്ടത്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം സർവ്വഭൂമിയുടെയും ആനന്ദമാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് നാം അവിടെ എത്തണം. നാം ആരും നഷ്ടപ്പെട്ടു പോകരുത്. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പിന്നീട് നാം ചിന്തിച്ചതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ സമാഗമ പർവ്വതമെന്ന്, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ വിശുദ്ധ ദേവപർവ്വതമെന്ന്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതമെന്നും സമാഗമ പർവ്വതമെന്നും വിശുദ്ധ ദേവപർവ്വതമെന്നും എല്ലാം പറയുന്ന ആ സ്വർഗീയ സിയോൻ പുരി അതെന്ത് മനോഹരമാണ്, അതെന്ത് ശ്രേഷ്ഠമാണ്. അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ആർക്കും നിരൂപിക്കാൻ വയ്യ, ആർക്കും സങ്കല്പിക്കാൻ വയ്യ. ഭാവനയിൽ ഒതുങ്ങുന്നതല്ലത്, ആർക്കും ചിന്തിക്കാൻ വയ്യാത്ത, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം കണ്ടു, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സിയോൻ പർവ്വതം, സ്വർഗീയ സിയോൻ ഗിരി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, പാപം ജീവിതത്തിൽ വെച്ചുകൊണ്ട് അവിടെ ആർക്കും ചെല്ലാൻ സാധ്യമല്ല. നാം എവിടെയാണ് കിടന്നത്? ചേറ്റുകുഴിയിലല്ലേ? പാപത്തിൻ്റെ ചേറിലല്ലേ? എന്ത് അധമമായ അവസ്ഥയിലായിരുന്നു. സുബോധമില്ലാത്തവരെ പോലെ, എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നതെന്ന് അറിയാൻ വയ്യാത്തവരെ പോലെ, ആരോരുമില്ലാത്തവരെ പോലെ, അനാഥരെ പോലെ, അഗതികളെപ്പോലെ, ചിന്തയില്ലാത്തവരായി. ദൈവമുണ്ടോ? ആർക്കറിയാം? ചില ചടങ്ങുകൾ ആചരിച്ച്, ചില ചടങ്ങുകൾ അല്ലേ, കുരിശ് വരയ്ക്കും, നമസ്കാരം ചൊല്ലും, വേണി കുമ്പിടും, ചില പ്രാർത്ഥനകൾ ചൊല്ലി തീർക്കും, നമസ്കാരം എത്തിക്കുക എന്ന് പറയില്ലേ, നമസ്കാരം എത്തിക്കുക, ചില എത്തിക്കലുകൾ അല്ലേ, പലതും അങ്ങനെ ആയിരുന്നില്ലേ. കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ചിലതങ്ങ് കാണാതെ അങ്ങ് ചൊല്ലി തീർക്കും. ഒരു സംതൃപ്തി. ചൊല്ലണ്ടായെന്നല്ല ഞാൻ പറഞ്ഞത്, ചൊല്ലിക്കോളൂ, പക്ഷേ അർത്ഥം പറഞ്ഞ് ചൊല്ലുക, അർത്ഥം ഗ്രഹിക്കൂ. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ വരട്ടെ. ചടങ്ങുകൾ, നിർജീവമായ ആചാരങ്ങൾ, വ്യർത്ഥമായ അനുഷ്ഠാനങ്ങൾ, പ്രിയപ്പെട്ടവരെ, എന്തെന്ത് അന്ധവിശ്വാസങ്ങൾ, അബദ്ധജടിലമായ ആചാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ അമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ അമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്തതിൻ്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്തതിൻ്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ
ഇതാണ് സ്തുതിയുടെ കാരണം. ചേറ്റിൽ കിടന്ന എന്നെ അവൻ ഉയർത്തി. അതാണ് കാരണം. നാവിൽ സ്തുതി ലഭിക്കണമെങ്കിൽ ഹൃദയത്തിൽ നന്ദി വരണം. പുറമേ സ്തുതിക്കാം, തീർച്ചയായും. പുറമേ സ്തോത്രം സ്തോത്രം എന്ന് പറയാം, പുറമേ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാം, പുറമേ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയാം. 1000 1000 നിനക്ക് സ്തുതി, 10,000 10,000 നിനക്ക് സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഹൃദയത്തിൽ ചേറ്റിൽ കിടന്ന എന്നെ അവൻ ഉയർത്തിയല്ലോ എന്നുള്ള നന്ദിയിൽ നിന്ന് ഉറന്നു വരുന്നതാണ് സാക്ഷാലുള്ള ആരാധന. അതാണ് സാക്ഷാലുള്ള സ്തുതി, അതാണ് സ്തോത്രം. അത് കിട്ടാൻ പ്രിയപ്പെട്ടവരെ സഭ മാറണ്ട. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ വിശുദ്ധമായ സ്തുതി ലഭിക്കാൻ നിങ്ങൾ സമുദായം മാറണ്ട. ജീവിതത്തിൽ പാപം മാറിയാൽ മതി, ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നാൽ മതി. ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് വന്ന് ഇറങ്ങി പൊരിഞ്ഞ് ആവസിച്ചാൽ മതി. ഇന്ന് പാപാന്ധകാരം തിങ്ങിയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുമ്പോൾ സ്തുതി അത് ആഴങ്ങളിൽ നിന്ന് ഉയർന്നുയർന്നു വന്ന് നാവിൻ്റെ അഗ്രത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് പകരും. ജനഹൃദയങ്ങൾ കോൾമേർക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. രോമാഞ്ചമണിയും സ്തുതി. നിൻ സ്തുതിയും ഹല്ലേലൂയ കർത്താവേ ഞാൻ നിർത്തരുതേ, അയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നേ, സർവഗണങ്ങളുമാരാ ഞാൻ നരകം തായെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവന്നേ, മൗനം മൃതിയാൽ ഞാൻ പോകും, നീക്കുക കൃപയാൽ പാപം. കൃപയാൽ പാപം നീക്കുക, അപ്പോൾ നീ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ എനിക്ക് നിർത്താതെ ലഭിക്കും. അങ്ങനെ വിശുദ്ധ സ്തുതി ആരംഭിക്കുന്നവരാണ് സ്വർഗീയ സിയോനിലെത്തുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് സീനായി മലയുടെ അടിവാരത്തിലല്ല. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. സ്ഥൂലമായതും തീയത്തുന്നതുമായ പ്രഭുത്വത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. നിത്യനായ ദൈവം സീനായി മലമേൽ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ ദിവസത്തിൽ നാം ചിന്തിച്ചതാണ്. യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ പർവ്വതം പുകയുകയായിരുന്നു, പർവ്വതം കാളിക്കത്തുകയായിരുന്നു. ആ പർവ്വതത്തിൽ ഇടിമുഴക്കങ്ങൾ പുറപ്പെടുകയായിരുന്നു, ഭൂമി വിറയ്ക്കുകയായിരുന്നു. ജീവനുള്ള ദൈവം ഭൂമിയിലെ സീനായി മലമേൽ ഇറങ്ങി വന്നു. മോശ മാത്രം അങ്ങോട്ട് തീയിലേക്ക് അടുത്തിയെല്ലാം ദൈവം അനുവദിച്ചു. ഒരു മൃഗം പോലും പർവ്വതത്തിൻ്റെ അടിവാരം തൊടരുത്. ഒരു മൃഗമെങ്കിലും പർവ്വതത്തിൻ്റെ അടിവാരം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. അത്ര ഗൗരവമായിരുന്നു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം കേട്ടവർ ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. മനുഷ്യൻ സംഭ്രമിച്ചു പോയി. നിത്യനായ ദൈവം ഭൂമിയിൽ സീനായി മലമേൽ ഇറങ്ങി വന്നു. എന്നാൽ കാലത്തിൻ്റെ തികവിൽ നിത്യനായ ദൈവം ഭൂമിയിൽ കന്യമാതാവിൻ്റെ ഗർഭത്തിൽ ഇറങ്ങി വന്ന് വസിച്ചു. ഭൂമിയിൽ ഒരിടത്ത് അവിടുന്ന് പുൽക്കൂട്ടിൽ പിറന്നു, ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്നു. ഒരു 200 നാഴികയോളം കർത്താവായ യേശുക്രിസ്തു യഹൂദ്യ നാടുകളിൽ കൂടി നടന്നു. 200 നാഴിക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കാലചക്രം തിരിഞ്ഞു. വർഷങ്ങൾ 2000-ലേറെയായി. 33.5 വയസ്സിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2000-ലേറെ വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടിയ കീർത്തനങ്ങൾ കൊണ്ട് ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തുവിനെ പാടുന്നു. ഒരാളെക്കുറിച്ച് ഇത്രയേറെ പാട്ടുകൾ പാടിയിട്ടുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. ആരും ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തതുപോലെ ജനിച്ചു, ആരും ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്തതുപോലെ സംസാരിച്ചു, ആരും ഒരിക്കലും നടന്നിട്ടില്ലാത്തതുപോലെ നടന്നു, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതമേൽ കയറി, ആരും ഒരിക്കലും വിസ്തരിക്കപ്പെടാത്തതുപോലെ വിസ്തരിക്കപ്പെട്ടു,
ആരും ഒരിക്കലും വിധിക്കപ്പെടാത്തതുപോലെ വിധിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആരും ഒരിക്കലും മരിച്ചിട്ടില്ലാത്തതുപോലെ പ്രശാന്തമോഹനമായി മരണത്തെ പുൽകി. ദൈവത്തിന് സ്തോത്രം. ആരും ഒരിക്കലും അടക്കപ്പെട്ടിട്ടില്ലാത്ത കല്ലറയിൽ അടക്കപ്പെട്ടു. ആരും ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടില്ലാത്തതുപോലെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആരും ഒരിക്കലും അനുസരിയാത്ത സമയത്ത് അവൻ തിരികെ വരും. കർത്താവായ യേശുവിന്റെ നാമം എന്ന് എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഈ യേശു അത്ര നല്ലവനാണ്. സ്വർഗീയ യെരൂശലേമിൽ അവനിന്ന് സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. അതാണ് പറഞ്ഞത്. പുതുനിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേൽ രക്തം പ്രതികാരത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന രക്തമാണ്. കയീൻ ഹാബേലിനെ കൊന്നു. ഹാബേൽ രക്തം പ്രതികാരത്തിന് വേണ്ടി വാഞ്ചിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമോ, പിതാവേ ഇവർ ചെയ്യുന്നതിന് അറിയാൽ ഇവരോ ക്ഷമിക്കണമേ എന്ന് ക്രൂസിൽ കിടന്ന് കരഞ്ഞു. ആ തിരുരക്തം ഇന്ന് പാവിയായ എനിക്ക് വേണ്ടി, ഈ നിസ്സാരനായ എനിക്ക് വേണ്ടി, എൻ്റെ സ്നേഹിതരെ, അനാഥനും അഗതിയും പോലെ ബാല്യകാലം കഴിച്ചു കൂട്ടി എനിക്ക് വേണ്ടി, അതേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ തിരുരക്തം പിതാവിൻ്റെ സന്നിധിയിൽ ഇന്ന് ബാധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്, സ്വർഗീയ പർവ്വതത്തിലേക്ക്, സ്വർഗീയ സിയോൻപുരിയിലേക്ക്. നിങ്ങൾക്കാർക്കെങ്കിലും വരാൻ തോന്നുന്നുണ്ടോ? നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഏതെങ്കിലും ഒരു സഭയിലേക്ക് വിളിക്കുകയല്ല, ഒരു സമുദായത്തിലേക്ക് വിളിക്കുകയല്ല, ഒരു ഗ്രൂപ്പിലേക്ക് വിളിക്കുകയല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ പാദത്തിലേക്ക്, അവൻ്റെ തൃപ്പാദത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവിടെ ആശ്വാസമുണ്ട് മകനെ, മകളെ. അവിടെ സാന്ത്വനമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ പാപക്ഷമയുണ്ട്, അവിടെ പാപമോചനമുണ്ട്. അവിടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകപ്പെടുന്നു, കഴിഞ്ഞാൽ പാപങ്ങൾ എല്ലാം മായ്ക്കപ്പെടുന്നു. അവിടെ പുതുജീവനുണ്ട്. അവിടെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്നു, ആത്മാവിൽ മരിച്ച്. പാപത്തിന് ശമ്പളമായ മരണം വാഴുന്നവൻ ആത്മാവിൽ ജീവിക്കുന്നു. അവിടെ നരകവിധി ഒഴിവാകുന്നു, സ്വർഗ സോപാനങ്ങളിലേക്ക് കയറുന്നു. സ്വർഗ സന്തോഷവും സ്വർഗ സമാധാനം ലഭിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നു. ആർക്ക് വേണം ഈ സൗഭാഗ്യം? ജീവിതം ക്രിസ്തുവിന് കൊടുക്കുവീൻ, പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയുവീൻ, സാത്താനെ അവന് സൈന്യത്തെ ഉപേക്ഷിപ്പീൻ, മിശിഹാ തമ്പുരാനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പീൻ, ഒരു പുതിയ തീരുമാനവും പുതിയ സമർപ്പണം എടുക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ജീവന്റെ വചനം കേട്ട ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും അവിടുത്തെ കരം ഉയർത്തണമേ. ആ തൃക്കരം ഓരോരുത്തരുടെയും ശിരസിൽ വെക്കണമേ. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ അനുഗ്രഹവും ആശീർവാദവും പകരണമേ. അതാ പാവക്കറകൾ ക്ഷമിച്ചു കൊടുക്കണമേ, പാവക്കറകൾ മായിച്ചു കൊടുക്കണമേ. തിരുരക്തത്തിന് മുദ്ര അണിയിക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനുള്ള സൗഭാഗ്യം ലഭിക്കണമേ. സ്വർഗീയ പൗരത്വം ലഭിക്കണമേ. സ്വർഗീയ സിയോൻപുരിയിൽ വാസത്തിന് വേണ്ടിയുള്ള ഒരുക്കവും അതിനുള്ളതായ മഹാഭാഗ്യം ഓരോരുത്തർക്കും നൽകണമേ. ശാപദോഷങ്ങൾ മാറണമേ. രോഗസൗഖ്യം അയക്കണമേ. മാനസിക ഭാരങ്ങളും ആകുലങ്ങളും മാറ്റണമേ. വ്യാധികൾ നീക്കണമേ. എൻ്റെ കർത്താവേ, കടഭാരങ്ങൾ നീ പ്രിയപ്പെട്ടവർക്ക് മോചനം കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴുകിയെത്തണമേ. യേശുവേ, ഈ നിന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഓരോരുത്തരുടെയും പേര് സ്വർഗ്ഗസിയോനിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനുള്ള സൗഭാഗ്യം ഇപ്പോൾ പകരണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, പൊരിഞ്ഞി ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, പറന്നുല്ലസിക്കണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, തീയായി പകരണമേ. പരിശുദ്ധാത്മാവേ, തീ പരിവാരി എറിയണമേ. പരിശുദ്ധാത്മാവേ, തീക്കനൽ വാരി എറിയണമേ. എല്ലാവരെയും തീ അഭിഷേകം കഴിക്കണമേ. തീയുടെ അഭിഷേകം നൽകണമേ. തീയുടെ ശക്തി നൽകണമേ. തീയുടെ സ്നാനം നൽകണമേ. അനുഗ്രഹിക്കണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.